ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. എന്നാൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, നമ്മുടെ തെറ്റായ ജീവിതം കൊണ്ട് ഈ ആലയത്തെ നാം നശിപ്പിച്ചാൽ ദൈവം നമ്മെ നശിപ്പിക്കും, ദൈവം നമ്മളെ ശിക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ പല നിയോഗങ്ങളും പ്രാർത്ഥനയുണ്ട്. ഈ ഒരു വചനം കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങൾ പറഞ്ഞിട്ട് പറയാം, കർത്താവേ, എൻ്റെ കടബാധ്യത, എൻ്റെ രോഗം, എൻ്റെ പീഡ, അസ്വസ്ഥത, ഒരു വചനം അയച്ചു കൊടുക്കുമ്പോൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനൊരു വചനമല്ല, നീ നിൻ്റെ ശരീരത്തിലുള്ള പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിക്കരുത്. 1 കൊരിന്തോസ് 3:17 ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. നമ്മൾ ഓരോരുത്തരുമാണ് കർത്താവിൻ്റെ ആലയം. അത് നശിപ്പിച്ചാൽ കർത്താവിന് അതിൽ പരം മറ്റൊരു വേദനയില്ല. എന്നാൽ ഈ ശരീരത്തെ വിശുദ്ധവും മാന്യമായി സൂക്ഷിച്ചാലോ ഇതിൽ പരം വലിയൊരു സന്തോഷം കർത്താവിനില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിന് സന്നിധി പ്രാർത്ഥിക്കാം. ഇന്നെൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കർത്താവെ, അതിനെല്ലാം അപ്പുറത്താണ് എൻ്റെ ജീവിത വിശുദ്ധി. ആ ഒരു കൃപ ഈ പ്രഭാതത്തിൽ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.